എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മരിയസ്ഥാന വിശേഷങ്ങൾ എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജനങ്ങളെക്കുറിച്ചാണ്. അതിൽ ഭൂരിഭാഗം പുരുഷന്മാരാണ്. പുരുഷന്മാർ ഒറ്റപ്പെടാനുള്ള കാരണം ഒന്നെങ്കിൽ അവർ വിവാഹിതരല്ലായിരിക്കാം, അവരുടെ ജീവിതകാലം മുഴുവൻ സ്വന്തമായിട്ട് ജോലിയെടുത്ത് മദ്യപിച്ചോ അല്ലെങ്കിൽ സ്വന്തം സുഖമായിട്ട് ജീവിച്ച് ജീവിത സായാഹ്നത്തിൽ വരുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥ വരുന്നത്. പിന്നെ വേറെ ചിലർ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നവർ, മാറാവ്യാധികൾ വരുന്നവർ, ചില ആളുകൾ വർഷങ്ങളോളം ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെ ജോലി ചെയ്തിട്ട് അവസാന കാലം വരുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ആ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ പോകുന്നു. പല ടൗണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ പരിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമാണ്. അയാൾ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ജോലി ചെയ്ത സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് പോലും പുള്ളിയോട് താല്പര്യം വരാത്ത രീതിയിലുള്ള ജീവിതശൈലി ആയിരുന്നിരിക്കാം ഒരുപക്ഷെ. ഏതായാലും ജീവിത സായനത്തിലെത്തിയ ആ മനുഷ്യനെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണും CIML ഭാരവാഹികളും എല്ലാം ചേർന്ന് മരിയസ്ഥാനത്ത് എത്തിച്ചു. ആ സമയത്ത് അയാൾ വളരെ അവശനായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. മെഡിക്കൽ കോളേജിൽ പോയ 2 പേര് ബൈസ്റ്റാൻഡർ വേണം, പിന്നെ അതിൻ്റെ എക്സ്പെൻസുകളൊക്കെ നമ്മൾ തന്നെ മീറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ദൈനംദിനം ആളുകൾ അന്വേഷണങ്ങൾ നടത്തുകയും ആളുകളെ കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇവരെയൊന്നും തടയാനും സാധിക്കില്ല. കാരണം അവരും മനുഷ്യ ജന്മങ്ങളാണ്. നമ്മളെപ്പോലെ മാന്യവും അന്തസ്സുമായി ജീവിക്കാനുള്ള അവകാശമുള്ളവരാണ്. കുറച്ചുകൂടി ആത്മീയമായൊരു ഭാഷയിൽ പറഞ്ഞാൽ അവരും ദൈവത്തിൻ്റെ മക്കളാണ്. കുറച്ചുകൂടെ ഉയർന്ന രീതി ചിന്തിച്ചാൽ അവർ ദൈവത്തിൻ്റെ രൂപങ്ങളാണ്. ഇവരെ സഹായിക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ കടമ ഇതൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിനുണ്ട്. അതിനാൽ മരിയസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മരിയസ്ഥാനത്തിൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കുന്ന എല്ലാവർക്കും വിനീതമായ നന്ദി അറിയിച്ചു.